ശബരിമല സ്വർണ്ണക്കവർച്ചയുടെ പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേരുകയായിരുന്നു. ഇതിനിടയിലാണ് PS പ്രശാന്ത് മാധ്യമങ്ങളോട് സംസാരിച്ചത്. 6 ആഴ്ച സമയം കാത്തിരിക്കാനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവ് 6 ആഴ്ച വരെ ഒന്ന് കാത്തിരിക്കൂ, എല്ലാ സത്യങ്ങളും പുറത്തുവരും എന്നാണ് PS പ്രശാന്ത് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ കാലഘട്ടത്തിലെ മാത്രമല്ല, 98-ൽ വിജയ് മല്യ സ്വർണം പൂശിയ നാൾ മുതൽ ഇതുവരെയുള്ള എല്ലാ ബോർഡുകളുടെയും പ്രവർത്തനങ്ങൾ അന്വേഷണ വിധേയമാക്കണം. 98 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ബോർഡുകളും എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നത് അറിയാമോ, അതിൽ അന്വേഷണം വേണ്ടേ എന്നാണ് PS പ്രശാന്ത് ആവശ്യമായി ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത ഒരു തീരുമാനത്തെക്കുറിച്ചാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമെടുത്തു. നേരത്തെ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ കുറ്റപത്രത്തിൽ പറയുന്ന പ്രതിപട്ടികയിലുള്ള 2 ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സർവീസിൽ തുടരുന്നത്. ആ 2 പേർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് PS പ്രശാന്ത് പറഞ്ഞത് മാധ്യമങ്ങളോട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദേവസ്വം ബോർഡ് യോഗമാണ് അവിടെ പുരോഗമിക്കുന്നത്. അത് തീർന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനിടെ പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായി. ജീവനക്കാരെയും അവരുടെ മൊഴി എടുക്കുക കൂടി ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് SIT എത്തിയിരിക്കുകയാണ്. അങ്ങനെ വിപുലമായ അന്വേഷണം ദേവസ്വം ബോർഡ് ആസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് തീരുമാനങ്ങൾ വിശദീകരിച്ചത്. പ്രശാന്ത് ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. പ്രശാന്ത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? നീലിമ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഒരു പരാമർശമൊന്നും വന്നിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ച കണക്കുള്ള പരാമർശങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അതായത് നേരത്തെ അദ്ദേഹം എങ്ങനെയാണോ പ്രതികരിച്ചിരിക്കുന്നത്, ഇതിനു മുമ്പും മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണോ അതിന് സമാനമായി തന്നെയാണ്. മറ്റൊന്നും അദ്ദേഹം പറയുവാൻ തയ്യാറായിട്ടുമില്ല. നിലവിൽ അന്വേഷണം നടക്കുകയാണ്. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ വിഷയത്തിലൊന്നും പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും അടക്കമുള്ളവർ ക്ഷമ കാണിക്കാൻ തയ്യാറാകണം. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു 6 ആഴ്ചക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ പുറത്തു വരും. അതുവരെ ഒന്ന് ക്ഷമിക്കാൻ തയ്യാറാകണമെന്നടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതൊഴിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. അതായത് ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തുന്ന ഒളിച്ചുകളി അത് തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ പ്രതിഷേധങ്ങൾ, അതായത് ഈ വിഷയം, അതായത് നിലവിലെ അന്വേഷണവും അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ മോഷണം പോയതടക്കമുള്ള ആ വിഷയങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും ഒരു സമഗ്രമായിട്ടുള്ളൊരു പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധന നടത്തിയതിനു ശേഷമാണ് അന്വേഷണത്തിന് ഈ സഹകരണങ്ങളടക്കം ഉണ്ടാകുന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഈ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾക്ക് ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ സർക്കാരുമായും ദേവസ്വം വകുപ്പുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കോടതി നിശ്ചയിച്ചത്, കോടതിയുടെ പ്രകാരം ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അത് നല്ല തീരുമാനമാണ്. ആ അന്വേഷണം തുടർന്നു പോകണമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞു. അതോടൊപ്പം തന്നെ നിലവിൽ നടക്കുന്ന സമരങ്ങൾ നടക്കുന്നു, ദേവസ്വം ബോർഡിനെതിരായി കരുതിക്കൂട്ടിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു, അത് ദൗർഭാഗ്യകരം ആണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിയിരുന്നു. ആ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തുകയും ചില നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ വിഷയത്തെപ്പറ്റി ചോദിച്ചപ്പോൾ കൃത്യമായൊരു ഉത്തരം പറയാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തയ്യാറായതുമില്ല. അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ബോർഡ് മീറ്റിംഗ് നടക്കുകയായിരുന്നു. ആ ബോർഡ് മീറ്റിംഗ് നടക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യങ്ങളും തങ്ങൾ അറിഞ്ഞില്ല. ഇത്തരത്തിൽ ദേവസ്വം ഈ പ്രത്യേക അന്വേഷണ സംഘം ആസ്ഥാനത്ത് എത്തിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തുവാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തയ്യാറായതുമില്ല. അദ്ദേഹം അവിടുന്ന് കടന്നു പോവുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ ഏതൊക്കെ കാര്യങ്ങളിലാണോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത്, സമാനമായ രീതിയിൽ തന്നെ കോടതിയുടെ മേൽ നടക്കുന്ന അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ സ്വയം ഇന്നത്തെ ബോർഡ് യോഗത്തിലുണ്ടായ ഒരു തീരുമാനം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാറിനെ സസ്പെൻഡ് ചെയ്യാനെടുത്ത ഒരു തീരുമാനമാണല്ലോ. ഈ സ്വർണം പതിപ്പിച്ചതാണെന്ന് അറിഞ്ഞിട്ടും ചെമ്പ് എന്നെഴുതി പോറ്റിക്ക് കൈമാറാൻ സുനിൽ കുമാർ കൂട്ടുനിന്നു എന്നാണ് ആ ആരോപണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് സുനിലിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമെടുത്തു. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഇന്ന് എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ തീരുമാനവും അതുതന്നെയാണ്.
പ്രശാന്ത്. നീലിമ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേരുമ്പോഴാണ് ഈ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് ഈ ഉത്തരവിൽ പറയുന്നത് ഈ നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. മുരാരി ബാബുവാണ് ഈ സ്വർണം ചെമ്പാണ് എന്ന ഉത്തരവിൽ എഴുതിയത്. ആ ഉത്തരവ് എഴുതുന്ന സമയത്ത് സാക്ഷിയായി ഉണ്ടായിരുന്ന ആൾ കൂടിയാണ് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള സുനിൽകുമാർ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുനിൽകുമാറിൻ്റെ കൂടി മൗനാനുവാദവും സമ്മതവും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്ന ഉത്തരവ് ഉണ്ടാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 7 ഉദ്യോഗസ്ഥർ ഒപ്പമുണ്ട്. അതായത് വിജിലൻസ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള 10 ഉദ്യോഗസ്ഥരിൽ 2 ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ സർവീസിലുള്ളത്. മറ്റ് 7 ഉദ്യോഗസ്ഥർ വിരമിച്ച ഉദ്യോഗസ്ഥരാണുള്ളത്. ആ വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് വിശദീകരണം നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. 10 ദിവസത്തിനുള്ളിൽ വിഷയത്തിലൊരു വിശദീകരണം നൽകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് നടപടിയായി എടുക്കുന്നത് ഇപ്പോൾ നിലവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ്. അതിൽ ആദ്യത്തെ നടപടി എന്ന നിലയിലായിരുന്നു മുരാരി ബാബുവിൻ്റെ സസ്പെൻഷൻ എങ്കിൽ അത് കഴിഞ്ഞ ദേവസ്വം ബോർഡ് യോഗം കൂടുന്ന സമയത്തായിരുന്നു മുരാരി ബാബുവിൻ്റെ സസ്പെൻഷൻ ഉണ്ടായത്. തുടർന്ന് ഇന്ന് ദേവസ്വം ബോർഡ് യോഗം കൂടുമ്പോഴാണ് രണ്ടാമത്തെ നടപടി എന്ന രീതിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് എത്തിയത്. നമുക്കറിയാം ദേവസ്വം ബോർഡിൽ ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടു. അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ളവ ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു, പരാമർശങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോഴും മറ്റൊരു കാര്യം, ദേവസ്വം ബോർഡ് യോഗം നടക്കുന്നതിനിടെയാണ് SIT സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തുന്നത്. അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? അവിടെ ദേവസ്വം വിജിലൻസ് SP-യുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും നീക്കം SIT-യുടെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടായോ? ദേവസ്വം ബോർഡ് യോഗം നടക്കുന്ന സമയത്ത് തന്നെയാണ് നന്ദൻകോട്ടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. പ്രത്യേക അന്വേഷണ സംഘം എത്തിയതിനു ശേഷം, അതായത് ഈ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയിലൂടെയായിരുന്നു ഈ അന്വേഷണ സംഘം ഉള്ളിലേക്ക് പ്രവേശിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് നിലവിലെ രേഖകളടക്കം പരിശോധിക്കും. അതോടൊപ്പം തന്നെ വിജിലൻസ് SP-യുമായി കൂടിക്കാഴ്ച നടത്തും എന്നതടക്കമുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. അതിൽ ഒരു വ്യക്തത വരുത്തുവാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മൾ ആരാഞ്ഞിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകിയത്.